ഹലോ ഡിയേഴ്സ്, ദിസ് ഈസ് ജയേഷ് സാർ. ഇൻ ദി ആറ്റിക് എന്ന ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ചുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, 2 ക്യാരക്ടർ സ്കെച്ചുകളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അതിൽ ആദ്യത്തെ ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ എഴുത്തുകാരൻ അല്ലെങ്കിൽ നറേറ്റർ ആയിട്ടുള്ള വ്ളാഡിസ്ലാവ് സ്പിൽമാൻ്റേത് തന്നെയാണ്. രണ്ടാമത്തെ ക്യാരക്ടർ സ്കെച്ച് ജർമ്മൻ ഓഫീസറിൻ്റെതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പിൽമാന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ ഓഫീസറിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. ദ ജർമ്മൻ ഓഫീസർ. നമ്മൾ നേരത്തെ വ്ളാഡിസ്ലാവ് സ്പിൽമാന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ച സമയത്ത് തുടങ്ങിയതുപോലെ തന്നെയാണ് ഇവിടെയും തുടങ്ങുന്നത്. എന്നിട്ട് നമുക്ക് ജർമ്മൻ ഓഫീസറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാം. അപ്പൊ നോക്കുക. വ്ളാഡിസ്ലാവ് സ്പിൽമാൻ was a Polish pianist and a classical composer. നമ്മൾ കഴിഞ്ഞ ക്യാരക്ടർ സ്കെച്ചിൽ പഠിച്ച അതേ വരി തന്നെ അല്ലെ. വ്ളാഡിസ്ലാവ് സ്പിൽമാൻ എന്ന് പറയുന്നത് was a Polish pianist. അദ്ദേഹം ഒരു പോളിഷ് പിയാനിസ്റ്റ് ആയിരുന്നു, പോളണ്ടുകാരനായിട്ടുള്ള പിയാനിസ്റ്റ് ആയിരുന്നു. ആൻഡ് ക്ലാസിക്കൽ കമ്പോസർ, അദ്ദേഹം ഒരു ക്ലാസിക്കൽ മ്യൂസീഷ്യൻ ആയിരുന്നു അല്ലെ. മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു, ഒരു സംഗീതജ്ഞനായിരുന്നു. നോക്കുക. ഇൻ ദി ആറ്റിക് ടേക്കൺ ഫ്രം ഹിസ് മെംവോ, അദ്ദേഹത്തിന്റെ മെംവോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻ ദി ആറ്റിക് എന്ന ഭാഗം, അദ്ദേഹത്തിന്റെ മെംവോ നമ്മൾ പറഞ്ഞു, മെംവോ എന്നാണ് അത് വായിക്കുന്നത്, ഓർമ്മക്കുറിപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ആ മെംവോയുടെ പേരെന്തായിരുന്നു? ദ പിയാനിസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ്, അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇൻ ദി ആറ്റിക്. ഈ ഭാഗം ഷോസ് കാണിക്കുന്നത് സ്പിൽമാൻസ് സഫറിങ്, സ്പിൽമാന്റെ സഫറിങ് ആണ്, യാതനയാണ്, കഷ്ടപ്പാട് അനുഭവിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏത് സമയത്താണ്? ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ് സ്പിൽമാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇതാണ് നമുക്ക് സ്പിൽമാന്റെ ദ പിയാനിസ്റ്റ് എന്നുള്ള ആ ഓർമ്മക്കുറിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻ ദി ആറ്റിക് എന്ന പാഠത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കുക. ഇൻ ഹിസ് മെംവോ, തന്റെ ഈ മെംവോയിൽ, തന്റെ ഓർമ്മക്കുറിപ്പിൽ വ്ളാഡിസ്ലാവ് സ്പിൽമാൻ സ്പീക്സ്, അദ്ദേഹം പറയുന്നുണ്ട് എബൌട്ട് എ ജർമ്മൻ ഓഫീസർ, ഒരു ജർമ്മനിക്കാരനായിട്ടുള്ള പട്ടാള ഓഫീസറിനെ പറ്റി പറയുന്നുണ്ട്. ഹു ഹെൽപ്ഡ് ഹിം, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത പട്ടാള ഓഫീസർ. ഇനി അയാളുടെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അല്ലെ. അയാളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു നോക്കുക. ദി ഓഫീസർ വാസ് കൈൻഡ്, ഈ ഓഫീസർ ഒരു കൈൻഡ് ഓഫീസർ ആയിരുന്നു, ഒരു ദയുള്ള ഓഫീസർ ആയിരുന്നു. വളരെ കരുണയുള്ള ഒരു ഓഫീസർ ആയിരുന്നു. ആൻഡ് കമ്പാഷനേറ്റ്, അദ്ദേഹം കമ്പാഷനേറ്റ് ആയിട്ടുള്ള, അനുകമ്പയുള്ള, മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ മനസ്സലിയുന്ന ഒരു ഓഫീസർ ആയിരുന്നു. എന്നിട്ട് നോക്കുക. ഹി ഫൗണ്ട് സ്പിൽമാൻ, അയാള് സ്പിൽമാനെ കണ്ടെത്തിയത് ഇൻ ദി ആറ്റിക് ഓഫ് എ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിന്റെ ആറ്റിക്കിലാണ്, ഒരു കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ്, മുകളിലത്തെ മുറിയിലാണ്, ഏറ്റവും മുകളിലത്തെ മുറിയിലാണ് സ്പിൽമാനെ അയാൾ കണ്ടെത്തിയത്. ഹി പ്രോമിസ്ഡ്, അയാൾ പ്രോമിസ് ചെയ്യുന്നു, ആ പട്ടാള ഓഫീസർ, ജർമ്മൻ ഓഫീസർ പ്രോമിസ് ചെയ്യുന്നു നോട്ട് ടു ഹാം സ്പിൽമാൻ. എന്താണ് അയാൾ പ്രോമിസ് ചെയ്യുന്ന കാര്യം? അയാൾ സ്പിൽമാനെ ഹാം ചെയ്യില്ല, ഉപദ്രവിക്കില്ല. ഇതാണ് അയാൾ പ്രോമിസ് ചെയ്യുന്ന കാര്യം. ദി ഓഫീസർ വാസ് എ മ്യൂസിക് ലവർ. ഇനി അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ഓഫീസർ ഒരു മ്യൂസിക് ലവർ ആയിരുന്നു, മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം എന്താണ്? അവിടെ ഒരു പിയാനോ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു അയാൾ? ഹി മെയ്ഡ് സ്പിൽമാൻ പ്ലേ ദ പിയാനോ, സ്പിൽമാനെ കൊണ്ട് ആ പിയാനോ വായിപ്പിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. ആൻഡ് വാസ് ടച്ച്ഡ് ബൈ ദ മ്യൂസിക്, മാത്രമല്ല സ്പിൽമാൻ ആ പിയാനോ വായിക്കുമ്പോൾ ആ വായിക്കുന്ന മ്യൂസിക് അതെന്ത് ചെയ്യുന്നു? ഇയാളെ വല്ലാതെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇയാൾ നിശബ്ദനായിട്ട് അത് കേട്ടോണ്ടിരിക്കുകയാണ്, വല്ലാതെ അത് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അത് കുറച്ച് നാളായിട്ട് അയാൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മ്യൂസിക് അയാൾക്ക് വല്ലാത്ത സമാധാനമോ ആശ്വാസമോ ഒക്കെ നൽകുന്നുണ്ട്. ദി ഓഫീസർ ഓഫേർഡ് ടു ടേക്ക് ദ മാൻ ഔട്ട് ഓഫ് ദ സിറ്റി. ദ മാൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്പിൽമാനെയാണ്. വേണമെങ്കിൽ സ്പിൽമാൻ എന്ന് തന്നെ എഴുതുക, നമുക്ക് അങ്ങനെ തന്നെ മാറ്റിയേക്കാം, സ്പിൽമാൻ എന്നുള്ളതാക്കുക. ഓക്കെ. ദി ഓഫീസർ ഓഫേർഡ് ടു ടേക്ക് സ്പിൽമാൻ ഔട്ട് ഓഫ് ദ സിറ്റി. ഈ ഓഫീസർ ഓഫർ ചെയ്യുകയാണ് സ്പിൽമാനെ ഔട്ട് ഓഫ് ദ സിറ്റി കൊണ്ടുപോകാമെന്ന് അല്ലെ, ഈ നഗരത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് അയാൾ ഒരു ഓഫർ വെക്കുകയാണ്.
ബട്ട് എന്നാൽ ഹിസ് റെഫ്യൂസൽ, സ്പിൽമാൻ അത് വേണ്ടാന്ന് പറയുന്നു, റെഫ്യൂസ് ചെയ്യുന്നു, അയാൾ അത് നിരസിക്കുന്നു. അങ്ങനെ നിരസിക്കുമ്പോൾ അത് ഡിസ്ക്ലോസ്ഡ് ഹിസ് ജൂയിഷ് ഐഡന്റിറ്റി, അയാൾ ജൂതനാണ് എന്നുള്ള കാര്യം, ജൂയിഷ് ഐഡന്റിറ്റി, അയാൾ ജൂതനാണ് എന്നുള്ള അയാളുടെ ഐഡന്റിറ്റി എന്താണ്, പുറത്തു കൊണ്ടുവരികയാണ് അല്ലെ. അത് ഡിസ്ക്ലോസ് ചെയ്യുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ഡിസ്ക്ലോസ് ചെയ്യുക, വെളിപ്പെടുത്തുക, റിവീൽ ചെയ്യുക, പുറത്താക്കുക. അപ്പോൾ അയാളുടെ ഐഡന്റിറ്റി അങ്ങനെ പുറത്താവുകയാണ്. ബട്ട് എന്നാൽ ദി ഓഫീസർ വാസ് നോട്ട് ഹെയ്റ്റ്ഫുൾ, ആ ഓഫീസർ ഹെയ്റ്റ്ഫുൾ ആയിരുന്നു. അയാൾ എന്താണ്, വെറുപ്പോടു കൂടിയാണോ അപ്പൊ പെരുമാറിയത്? ഒരിക്കലും അങ്ങനെയല്ല, അയാൾ ഹെയ്റ്റ്ഫുൾ അല്ലായിരുന്നു. ഈ സ്പിൽമാൻ ജൂതനാണ് എന്ന് അറിഞ്ഞിട്ടും അയാൾ വെറുപ്പ് കാണിച്ചില്ല. ഇൻസ്റ്റഡ്, പകരം ഹി വാസ് റെഡി ടു ഹെൽപ്പ്, അയാൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നു. ഈ ഓഫീസർ സ്പിൽമാനെ ഹെൽപ്പ് ചെയ്യുവാൻ തയ്യാറായിരുന്നു. ഹി വാസ് അഷെയിംഡ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അഷെയിംഡ് ആയിരുന്നു, അയാൾക്ക് തന്നെ നാണക്കേടുണ്ടായിരുന്നു, ലജ്ജയുണ്ടായിരുന്നു. എന്തിലാണ്? ഓഫ് ബീയിങ് എ ജർമ്മൻ, ഒരു ജർമ്മൻകാരനാണ് താൻ എന്ന് പറയുന്നതിൽ അയാൾക്കൊരു നാണക്കേടുണ്ടായിരുന്നു. ആഫ്റ്റർ ദ ക്രൂവൽറ്റീസ്, ഈ ക്രൂരതകൾക്ക് ശേഷം, എന്ത് ക്രൂരതകളാണ്? ഡിസ്പ്ലേഡ് ബൈ ജർമ്മൻ ഇൻ ദി ജർമ്മൻസ് ഇൻ ദ വാർ, ഈ യുദ്ധത്തിൽ ജർമ്മൻകാര് കാണിച്ച ക്രൂരതകൾ, ആ ക്രൂരതകൾക്കൊക്കെ ശേഷം താൻ ഒരു ജർമ്മൻകാരനാണ് എന്ന് പറയാൻ അയാൾക്കൊരു നാണക്കേട് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഹി ട്രൈഡ് ടു ഹെൽപ്പ് സ്പിൽമാൻ, അയാൾ സ്പിൽമാനെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അയാൾ എന്തൊക്കെ ചെയ്യുന്നു? ഹി ഡിസ്കവേർഡ് എ ലോഫ്റ്റ്, അയാൾ ഒരു ലോഫ്റ്റ് കണ്ടെത്തുകയാണ്. ടു ഹൈഡ് ഇൻ, ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു ലോഫ്റ്റ്, ഒരു തട്ട് കണ്ടെത്തുന്നു. ആൻഡ് ഓഫേർഡ്, അയാൾ ഓഫർ ചെയ്യുന്നു. ടു ബ്രിങ് ഫുഡ്, അല്ലെ, ഫുഡ് കൊണ്ടുവരാം, ഭക്ഷണം കൊണ്ടുവരാം എന്ന് അയാൾ ഓഫർ ചെയ്യുകയാണ്. ആഫ്റ്റർ 3 days, 3 ദിവസങ്ങൾക്ക് ശേഷം ഹി ബ്രോട്ട് ബ്രെഡ് ആൻഡ് ജാം, അയാൾ എന്ത് കൊണ്ട് കൊടുക്കുന്നു? സ്പിൽമാന് ബ്രെഡും ജാമും കൊണ്ട് കൊടുക്കുകയാണ് 3 ദിവസങ്ങൾക്ക് ശേഷം. ദി ഓഫീസർ ഓൾസോ ട്രൈഡ്, അയാൾ ശ്രമിക്കുകയും ചെയ്തു. എന്തിന് ശ്രമിച്ചു? ടു ഗീവ് ഹിം കോൺഫിഡൻസ്, സ്പിൽമാന് കോൺഫിഡൻസ് കൊടുക്കാനും അയാൾ ശ്രമിക്കുന്നുണ്ട്. ഹി ബിലീവ്ഡ്, അയാൾ വിശ്വസിച്ചത് ദാറ്റ് ദ വാർ വുഡ് എൻഡ് ബൈ സ്പ്രിംഗ്, അറ്റ് ദ ലേറ്റസ്റ്റ് കൂടിപ്പോയാൽ സ്പ്രിംഗ് വരെ, അപ്പോഴേക്കും യുദ്ധം അവസാനിക്കും എന്നാണ് അയാൾ വിശ്വസിച്ചത്. ഹി ബിലീവ്ഡ് ദാറ്റ് ദ വാർ വുഡ് എൻഡ്, ഈ യുദ്ധം അവസാനിക്കും ബൈ സ്പ്രിങ്ങോടുകൂടി, വസന്തകാലത്തോടുകൂടി യുദ്ധം അവസാനിക്കും, അറ്റ് ദ ലേറ്റസ്റ്റ് എന്നാണ് അയാൾ വിശ്വസിച്ചത്. ആൻഡ് ഇറ്റ് വുഡ് എൻഡ് വെൽ ഫോർ സ്പിൽമാൻ, അത് മാത്രമല്ല അയാൾ വിശ്വസിച്ച അടുത്ത കാര്യം എന്താണ്? ഇത് എൻഡ് വെൽ, യുദ്ധം നല്ല രീതിയിൽ അവസാനിക്കും. ഫോർ സ്പിൽമാന് ശുഭകരമായ രീതിയിൽ, സ്പിൽമാന് നല്ല രീതിയിൽ യുദ്ധം അവസാനിക്കും എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാഗം തന്നെ, അയാളുടെ പട്ടാളക്കാർ തന്നെ തോറ്റുപോകും എന്നാണ് അയാൾ വിശ്വസിച്ചത്. ഇനി നോക്കുക, ഹിസ് ഫൈനൽ വിസിറ്റ്, അയാളുടെ അവസാനത്തെ സന്ദർശനം എന്ന് പറയുന്നത്, അയാൾ അവസാനമായിട്ട് വന്നത് വാസ് ഓൺ 12 December 1944, 1944 ഡിസംബർ 12 ഇയാൾ അവസാനമായിട്ട് സ്പിൽമാനെ വന്ന് കാണുന്നത്. ദിസ് ടൈം, ഇത്തവണ, ഹി ബ്രോട്ട്, അയാൾ കൊണ്ടുവന്നു എ ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ്, അല്ലെ, എന്താ അയാൾ കൊണ്ടുവന്നത്? കൂടുതൽ വലിയൊരു സപ്ലൈ കൊണ്ടുവന്നു, ബ്രെഡ് കുറെ കൊണ്ടുവന്നു. ആൻഡ് എ വോം, അതുപോലെ കൊണ്ടുവന്നു വോം ആയിട്ടുള്ള ചൂടുള്ള ഐഡർ ഡൗൺ കൊണ്ടുവന്നു. എന്താ ഐഡർ ഡൗൺ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സോഫ്റ്റ് ബെഡ് കവർ ആണ് അല്ലെ. അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് കവറും കൊണ്ടുവന്നു, തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ പൊതിച്ചു മൂടി കിടക്കാൻ പറ്റിയ ബെഡ് കവറൊക്കെ എന്ത് ചെയ്തു? അയാൾ കൊണ്ടു കൊടുത്തു സ്പിൽമാന്. ഹി വാസ് ലീവിങ്, അയാൾ പോവുമായിരുന്നു, കാരണം അയാൾ വിട്ടുപോവുകയായിരുന്നു. വാർസോയിൽ നിന്നും അയാൾ പോവുകയായിരുന്നു. വിത്ത് ഹിസ് ഡിറ്റാച്ച്മെന്റ്, അയാളുടെ പട്ടാളത്തിന്റെ കൂടെ. അപ്പൊ അയാളുടെ കീഴിൽ കുറെ പട്ടാളക്കാരുണ്ട്, അവരെയും കൊണ്ട് അവിടുന്ന് പോവുകയായിരുന്നു. വെൻ സ്പിൽമാൻ ആസ്ക്ഡ് ഹിം, സ്പിൽമാൻ അയാളോട് ആവശ്യപ്പെട്ടപ്പോൾ, ടു റിമെമ്പർ ഹിസ് നെയിം, തന്റെ പേര് ഓർത്തിരിക്കാൻ സ്പിൽമാൻ അയാളോട് ആവശ്യപ്പെട്ടപ്പോൾ, ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ, അയാളുടെ പതിവ് ചിരിയാണ് ചിരിക്കുന്നത്. അതെങ്ങനെയാണ്? ഹാഫ് ഷൈ, പകുതി ചമ്മലോടുകൂടി, അല്ലെ, പകുതി നാണത്തോടെയും, ആൻഡ് എംബാരസ്ഡ്, ചമ്മലോടെയും. അപ്പോൾ ഷൈ എന്ന് പറഞ്ഞാൽ നാണമുള്ള, അതേ അർത്ഥം തന്നെയാണ്, ഏതാണ്ട് അതിന്റെ സിനണിമാണ്, അതിന്റെ പര്യായ പദമാണ് എംബാരസ്ഡ്, ചമ്മലുള്ള. അപ്പൊ ചമ്മലോടെയും നാണത്തോടെയും ഒക്കെയുള്ള അയാളുടെ പതിവ് ചിരിയാണ് അയാൾ ചിരിക്കുന്നത്. ദ മിലിറ്ററി ഓവർകോട്ട് ഗീവൺ ബൈ ദി ഓഫീസർ, ഈ ഓഫീസർ സ്പിൽമാന് കൊടുക്കുന്ന മിലിറ്ററി ഓവർകോട്ട് ഉണ്ടല്ലോ, അതാണ് കെപ്റ്റ് സ്പിൽമാൻ ഫ്രം ഫ്രീസിങ്. ഈ സ്പിൽമാൻ തണുത്ത് മരവിച്ചു പോകാതെ അയാളെ നിലനിർത്തുന്നത് ഈ ഓവർകോട്ടാണ്.
അപ്പോൾ ഈ ഓഫീസർ നൽകുന്ന ഓവർകോട്ട് കാരണമാണ് സ്പിൽമാൻ മരവിച്ചു പോകാതെ തണുപ്പ് കാലത്ത് പിടിച്ചു നിൽക്കുന്നത്. ബട്ട് എന്നാൽ ഇറ്റ് പുട്ട് ഹിം ഇൻ ട്രബിൾ ഓൾസോ. അത് ഈ ഓവർകോട്ട് സ്പിൽമാനെ ട്രബിളിലും കൊണ്ട് ചാടിക്കുന്നുണ്ട്, പ്രശ്നത്തിലും കൊണ്ട് ചാടിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആഫ്റ്റർ ജർമ്മനി വാസ് ഡിഫീറ്റഡ്, ജർമ്മനി പരാജയപ്പെട്ടതിന് ശേഷം, ആൻഡ് വാർസോ ലിബറേറ്റഡ് ആയതിനു ശേഷം, സ്വതന്ത്രമായതിനു ശേഷം, ഹി ട്രൈഡ് ടു ഗെറ്റ് ഔട്ട്, സ്പിൽമാൻ പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലെ. വെയറിംഗ് ദിസ് കോട്ട്, എന്നാൽ ഈ കോട്ടും ഇട്ടുകൊണ്ടാണ് അയാൾ പുറത്തിറങ്ങാനായിട്ട് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്പിൽമാൻ വാസ് മിസ്റ്റേക്കൺ, സ്പിൽമാനെ തെറ്റിദ്ധരിക്കുകയാണ്. ഫോർ എ ജർമ്മൻ സോൾജിയർ, ഒരു ജർമ്മൻ പട്ടാളക്കാരനാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു. ആൻഡ് വാസ് അറ്റാക്ഡ് ബൈ പോളിഷ് സോൾജിയേഴ്സ്, അങ്ങനെ പോളിഷ് പട്ടാളക്കാര് സ്പിൽമാനെ അറ്റാക്ക് ചെയ്യുകയാണ്, ആക്രമിക്കുകയാണ്. ബട്ട് എന്നാൽ ഫൈനലി അവസാനം ഹി കുഡ് കൺവിൻസ്, അയാൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി ദ സോൾജിയേഴ്സ്, ആ പട്ടാളക്കാരെ, പോളിഷുകാരായിട്ടുള്ള, പോളണ്ടുകാരായിട്ടുള്ള, അയാളുടെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള പട്ടാളക്കാരെ അയാൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി, പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് ഹി ഗോട്ട് ഹിസ് ഫ്രീഡം, അങ്ങനെ അയാൾക്ക് തന്റെ സ്വാതന്ത്ര്യം കിട്ടി, അയാൾ ഫ്രീ ആയിട്ട് മാറി. സോ അങ്ങനെ വി ക്യാൻ സി, നമുക്ക് കാണാൻ പറ്റും, ദ ജർമ്മൻ ഓഫീസർ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ, ഈ ജർമ്മൻ ഓഫീസർ ആണ് ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്, ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നത് ഇൻ സ്പിൽമാൻ സർവൈവൽ, സ്പിൽമാന്റെ അതിജീവനത്തിൽ. സ്പിൽമാൻ രക്ഷപ്പെടാനുള്ള ഒരു പ്രധാന കാരണം ഈ ജർമ്മൻ ഓഫീസർ ആണ്. വിത്തൗട്ട് ഹിം, അയാൾ ഇല്ലായിരുന്നെങ്കിൽ, ഹി കുഡ് നോട്ട് ഹാവ് കം ഔട്ട് എലൈവ്. ഹി കുഡ് നോട്ട് ഹാവ് എന്ന് മതി കേട്ടോ, ഹാവ് ബീൻ എന്നില്ല, ഹി കുഡ് നോട്ട് ഹാവ്. അപ്പോൾ സ്പിൽമാന് പുറത്തു വരാൻ കഴിയില്ലായിരുന്നു, എലൈവ്, ജീവനോടെ സ്പിൽമാന് പുറത്തു വരുവാൻ കഴിയില്ലായിരുന്നു ഈ ജർമ്മൻ ഓഫീസർ ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഇതാണ് ജർമ്മൻ ഓഫീസറിന്റെ ക്യാരക്ടർ സ്കെച്ച്. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി പോയിന്റ് ഒന്നും പോകാതെ എക്സാമിന് എഴുതുക. മൊത്തം മാർക്കും 6 മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.